പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ പിള്ളച്ച? ലാലേട്ടൻ പറഞ്ഞ പോലെ കൊല്ലായിങ്ങള് പരമാവധി ശ്രമിച്ചു. ചാവാതിരിക്കാൻ ഞാനും. ഓഹോ, നിന്റെ ഈ സിനിമാ ഡയലോഗും മിമിക്രിയും ഒന്നും ഈ മാർത്താണ്ഡം പിള്ളയുടെ വീടിനകത്ത് വേണ്ട. മര്യാദക്ക് ചെറുക്കനെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങിപ്പോകാൻ നോക്ക്. ആ എന്ത് വർത്താന പിള്ളച്ച, നമ്മൾ ഇനിയും കാണണ്ടോരല്ലേ? അതുകൊണ്ട് ഒരു മര്യാദന്റെ പുറത്ത് ഞാൻ പിള്ളച്ചനെ എന്റെ മോന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. സകുടുംബം വന്ന് എന്റെ കുട്ടികളെ ഒന്ന് അനുഗ്രഹിക്കണം. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കയ്യും കലായും കാണിച്ച് ചാക്കിട്ട് പിടിച്ച് അവിടെ സ്വത്തും പണവും അടിച്ചു മാറ്റാൻ നീയും മോനും ചേർന്ന് നടത്തുന്ന അണ്ടർഗ്രൗണ്ട് പരിപാടിക്കാണോ ഞാൻ വന്ന് അനുഗ്രഹം ചുരിയേണ്ടത്? വേണ്ട വരും. എടാ ചെറുക്ക, ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ വളച്ചെടുത്ത് കല്യാണം വരെ എത്തിക്കാൻ നീ കാണിച്ച ചങ്കൂറ്റമുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ മക്കളെ, ഇതേ നീളം പോവില്ല. നിന്റെ ഈ ജീവിതം നശിച്ച് നാറാണ കല്ലെടുക്കാൻ പോകുന്നത് നിന്റെ ഈ തള്ള കാരണമായിരിക്കും. നീ കാത്തിരുന്ന് കണ്ടോ. പിള്ളച്ച നിർത്ത്. ഈ നല്ലുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. അതൊന്നും വിളിച്ചു കൂവാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. അതാരും കുറ്റം പറയാത്ത രീതിയിൽ നടത്തിയെടുക്കണമെന്നേ ഒരൊറ്റ ചിന്തയെ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ക്ഷണിക്കേണ്ടത് എന്റെ കടമയാ. പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളെ തീരുമാന. നീ ഇതെന്തായാലും അന്തസ്സായിട്ടൊന്ന് നടത്തി കാണിക്കും. അപ്പ ആലോചിക്കാം പങ്കെടുക്കണോ വേണ്ടായോന്ന്. കീർത്തനമോളും ശ്യാമളച്ചിയും വരണം. എല്ലാ കാര്യങ്ങളിലും എന്നോടൊന്നിച്ച് നിൽക്കണം. നമുക്ക് നിങ്ങളാണ് എന്റെ ബലം. അയ്യോ, ആ ബലത്തില് അത്ര വിശ്വാസം വെക്കരുത്. എന്നെ ധിക്കരിച്ചോണ്ട് കല്യാണം കൂടാൻ എന്റെ ഭാര്യയും മോളും വന്നാൽ കല്യാണപ്പറമ്പ് ഇവളുമാരുടെ ശവപ്പറമ്പാക്കും ഞാൻ. നിങ്ങൾക്കിത് എന്താ മനുഷ്യ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒയ്ക്കോണോ എന്റെ മുമ്പിൽ നിന്ന്. അവളെന്റെ പരിധി ഇളക്കാൻ വന്നേക്കുന്നു. ഇയാളെ കെട്ടിയെടുക്കാൻ കണ്ട സമയം. വരൂ പിള്ളച്ച. വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നതും. സന്തോഷം. ഇരിക്കും. Congratulations, bro. Thank you.
നീ ആരെയും നോക്കുന്നേ? ഞാൻ ആരെയും നോക്കില്ല അച്ഛാ. എന്താ പോയി ഇരുന്നാട്ടെ. കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ. നാളെ ഒരു ബോംബ് പൊട്ടൂന്ന് പറഞ്ഞാൽ പൊട്ടും. എനിക്കെന്തോ ആകെ അങ്ങ് വിശ്വാസം നഷ്ടപ്പെട്ട് നിൽക്കുക. എന്റെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ശരി, എങ്കിൽ വേണ്ട, വിട്ടേക്ക്. അവളെ ആ ബാലു അങ്ങ് കെട്ടിക്കോട്ടെ. എടാ മോനെ കിരണേ, നീ അപർണയെ കെട്ടേണ്ടത് ഇപ്പൊ പ്രധാനമായും എന്റെ ആവശ്യമാണ്. എനിക്ക് തൽക്കാലമായി ഒരു 2 കോടി രൂപയെങ്കിലും കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നാളത്തെ എന്റെ പ്ലാൻ സമ്പൂർണ്ണ വിജയമായിരിക്കും. അപ്പൊ ബാലു അവൻ നാളെ എന്ത് ചെയ്യും? ബാലുവും അവന്റെ അമ്മ സുധാമണിയും ആ ഒറ്റ വീട് കോളനിക്കാരും വന്നതുപോലെ അങ്ങ് തിരിച്ചുപോകും. അപർണയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്കും പോവും. സംശയിക്കണ്ട. അങ്കിള് പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നടക്കൂ. ഹലോ. ഞാൻ കരുതി നീ ഫോൺ എടുക്കില്ലായിരിക്കും. എന്താ? എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? ഞാൻ നിന്റെ കോളനിയിലെ പാർക്കിംഗ് ഏരിയയിലെ കാറിലുണ്ട്. നിന്നെ ഒന്ന് അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഡ്രൈവറെയും കൂട്ടി വിട്ടതാ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നാളെ എന്റെ ഏട്ടന്റെ കല്യാണ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നീ ഒന്ന് പോയേ. അതൊന്നും എനിക്കറിയണ്ട. ഈ വയ്യാത്ത കൈയും കാലും വെച്ച് ഞാനിപ്പോ വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാ. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായാലും ഞാൻ അകത്തേക്ക് വരും. അയ്യോ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വാ. പാർക്കിംഗ് ഏരിയയിലുള്ള വെള്ളക്കാർ. ഡ്രൈവറെ ഞാൻ മാറ്റി നിർത്തിയേക്കുവാ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ വരുന്നില്ലേ? അതോ ഞാൻ അങ്ങോട്ട്? വേണ്ട, ഞാൻ വരാം. ആ ഓക്കെ. സാറേ. ആ സാറേ, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യണം. വേണ്ട സാറേ, ഇതിന്റെ അപ്പുറത്തെ സാധനം ഞങ്ങൾ പൊക്കിയിട്ടുള്ളതാ. സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്നാ സമയം കളയണ്ട, വാ നമുക്ക് നോക്കാം. സത്യം പറഞ്ഞ എനിക്ക് ബാലുവിനോട് അസൂയ, ഒടുക്കത്തെ അസൂയ. അപർണയെ പോലൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കിട്ടാൻ പോവല്ലേ. എനിവേ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കിരണും ഒരു വിവാഹം കഴിച്ച് സെറ്റിൽ ആവണം. പണ്ടു മുതലേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു, വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപർണയെ മാത്രമായിരിക്കുമെന്ന്. ആ ശബ്ദത്തിന് ജീവിത അവസാനം വരെ മാറ്റം ഉണ്ടാവില്ല. അയ്യോ, കല്യാണത്തലേന്ന് തന്റെ മനസ്സ് ഡിസ്റ്റർബ് ആക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഉള്ളിലുള്ളത് അറിയാതെ അങ്ങ് പുറത്തു വന്നു പോയതാ. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ
സ്നേഹിക്കുന്ന ആളിന്റെ സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെയാ നമുക്ക് പ്രധാനം. അതൊക്കെ നമ്മൾ നടത്തി കൊടുക്കണം. ബാലുവിനെ വിവാഹം ചെയ്യാന്നുള്ളതാ തന്റെ സന്തോഷം. അപ്പൊ തന്റെ ആ സന്തോഷം നിറവേറ്റാൻ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഞാൻ പൊക്കോട്ടെ. സോറി ഞാൻ പറഞ്ഞു എങ്ങോട്ടേക്കോ അങ്ങ് കേറിപ്പോയി. ദാ, എന്റെ ചെറിയൊരു സമ്മാനം, ഒരു പട്ടുസാരിയാ. ആ, എനിക്കിത് വേണ്ട കിരൺ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ദേഷ്യം കൊണ്ടാണോ? എന്റെ ഒരു കുഴപ്പം ഇതാ, ഉള്ളിലുള്ളത് വളവളാന്ന് അങ്ങ് പറയും. സോറി, ഇതങ്ങ് വാങ്ങിക്ക. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് വേണ്ട. എന്താ മോനെ, എന്തു പറ്റി? ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് വാങ്ങാൻ അപർണയ്ക്കൊരു മടി. വിവാഹ സമ്മാനം വേണ്ടെന്ന് പറയുന്നു. അത് വാങ്ങു മോളെ. അയ്യോ, കറണ്ട് പോയല്ലോ. എന്തൊരു കഷ്ടം നോക്കണേ. സാഗറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ജനറേറ്റർ എടുത്ത് വെക്കണോന്ന്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞ ഞാനൊന്ന് പോയി കാര്യമില്ല നോക്കിട്ട് ബാലു. വരാം. അങ്ങോട്ട് വെക്കോ. അയ്യോ എന്റെ ടീച്ചറെ, നാളത്തെ താലിമാല അടക്കം കുറച്ച് ആഭരണങ്ങള് എന്റെ കട്ടിലിന്റെ മുകളിൽ ഇരിക്കാം. അത് അലമാരിയിൽ വെച്ചിട്ടില്ലേന്നൊരു സംശയം. എന്നാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. അല്ലെങ്കിലേ എനിക്ക് ഒരു സമാധാനം കിട്ടൂല. ബാലു, എന്റെ മൊബൈൽ ഇങ്ങതാ, മോളിവിടെ ഇരിക്കേ. അയ്യോ, പണി വാളിയോ? സമാധാനായി. അലമാരിന് താക്കോല്. ശ്ശേ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെയും സംശയമില്ല സാറേ. ഒരു കല്യാണ പാർട്ടി ആവുമ്പോ വരുന്നവരെല്ലാം നമുക്ക് പരിചയമുള്ളവരായിരിക്കുമല്ലോ. അങ്ങനെ അല്ലാത്ത അപരിചിതരായ ആരെങ്കിലും നിങ്ങൾ താമസിക്കുന്നിടത്ത് കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഹലോ, അല്ല നിങ്ങളെന്താ ഇവിടെ? അല്ല, ബാത്റൂം എവിടെ നോക്കി വന്നതാ. ആ സാർ, പരിചയമില്ലാത്ത രണ്ടുപേരെ ഞാൻ അവിടെ കണ്ടിരുന്നു. അവരെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല. അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഐ മീൻ, പ്രായം, ഉയരം, നിറം. സാറേ, ഇവനോട് ഇതൊന്ന് ചോദിച്ച സാറ് ബുദ്ധിമുട്ടണ്ട. ഇവനൊരു അസ്ത്ര ചിത്രകാരനാ. കഴിഞ്ഞ SI അശോക് സാർ ഇരുന്ന സമയത്ത് ഇവിടെ ഒരു ചോദ്യപേപ്പർ ചോർച്ച കേസുണ്ടായി. അതിലെ 1ാം പ്രതിയെ പിടിച്ചതേ ഇവൻ വരച്ച രേഖാചിത്രം ഉപയോഗിച്ചിട്ടാ. ഓ, അതെയോ? ആൾക്കാരെ ഇവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ ചിത്രം ഇവൻ കൃത്യമായിട്ട് വരച്ചു തരും. അല്ലടാ? ചെയ്യാം സാർ. എന്നാ പണി തുടങ്ങിക്കോ. ഇവന് പേപ്പറും പെൻസിലും കൊടുക്കണോ? മോൻ കൂടച്ചത്. ആരുടെയും കണ്ണിപ്പെടാതെ ഞാൻ മുറുകി കടന്നു. മിടുക്കന്മാർ. സാറേ, പറഞ്ഞ പണി ഞങ്ങൾ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മുതൽ അങ്ങടുത്തേക്ക്. കളിയിൽ വഞ്ചന പാടില്ലെന്നാണല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ ഇതും കൊണ്ട് മുങ്ങാത്തത്. ഈ മോഷണം മുതൽ തന്നെയാ നിങ്ങളുടെ പ്രതിഫലം. അത് നിങ്ങൾ തന്നെ വിധിച്ചെടുത്തോ. അപ്പൊ സാറിന് ഷെയർ വേണ്ടേ? അവന്റെ ഒരു ഷെയർ ഇതെടുത്തോണ്ട് പോയി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കടാ.
ചേട്ടാ വരട്ടെ. ഞാൻ ആരാണ്? സുധാമണി മഹേഷ് സാറിന് പറഞ്ഞു കൊടുക്ക ഞാൻ ആരാണെന്ന്. ഞാൻ സ്ഥാപിച്ചു പോയ എങ്ങനെ ശരി ഞാൻ സ്വയം പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബന്ധുമിത്രാദികളെ, എന്റെ പേര് കൃഷ്ണമൂർത്തി. ആയിരിക്കുന്ന കല്യാണ പയ്യല്ലേ അച്ഛനായ സുധാമണിയുടെ ഭർത്താവ്. എല്ലാരും കൈവിട്ടവർക്ക് ദൈവം കൂട്ടിനുണ്ടെന്ന് പറയും. നീയും എന്നെ കൈയൊഴിഞ്ഞു അല്ലേ ഭഗവാനെ? ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുക. എന്റെ ഭർത്താവ്. എന്റെ മോന്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാനും എന്റെ മോനും വേർപ്പൊഴുക്കി സമ്പാദിച്ച ആഭരണങ്ങളും മോഷണം പോയി. പേടി സ്വപ്നം കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഭഗവാനെ. ഈ രാത്രി എനിക്കിനി ഉറങ്ങാൻ പറ്റൂല. അവസാന ശ്രമം പോലെ ഞാൻ ഒരാളെ കാണാൻ പോവാ. അതിനോണ്ടൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ നീ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഞങ്ങളുടെ രാജകുമാരി ഈ കൊട്ടാരത്തിൽ നിന്ന് പോവല്ലേ, അതിന്റെ ഒരു വിഷമം. മമ്മിക്ക് മാത്രമല്ല, പപ്പയ്ക്കുണ്ട് വിഷമം. ഹാ, ഈ വീട്ടിലെ രാജകുമാരി ആ വീട്ടിലെ മഹാറാണിയാവും. അപ്പൊ വിഷമില്ലല്ലോ. എന്തായാലും ഞാൻ പോകുന്നതില് പപ്പയ്ക്കും മമ്മിക്കും വിഷമമുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. മോളെ, എന്താ മമ്മി, നീ ഹാപ്പി ആണല്ലോ അല്ലേ? മമ്മി എന്താ ഇങ്ങനെ ചോദിക്കുന്നെ? ഞാൻ ഹാപ്പിയാ. ഹാപ്പി എന്ന് വെച്ചാ ഭയങ്കര ഹാപ്പി. പോരെ? പിന്നെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഒന്ന് കരയും. ഒരു നമ്പർ. ഇപ്പൊ അതാ ട്രെൻഡ്. മോളെ, എന്താ മമ്മി? നിനക്ക് എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലോ ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്ത് വിഷമം, എന്ത് ഫീല്? ഇതെന്താ പാപ്പ, മമ്മി എന്തായി പറയുന്നേ? പറഞ്ഞില്ലേ, നീ പോകുന്നതിന്റെ വിഷമം. ആ, ദക്ഷിണ വാങ്ങാനുള്ള സമയമായി. മോളെ, അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാം. യാമിനി, വേഗം റെഡിയായിട്ട് വാ. ആ മോളെ, കം. അയ്യോ, വൈറലാവും. ഞാനിതാ ഫോണുമായി നിൽക്കുകയാണ്. 1 മിനിറ്റ് സമയം. ഇതാ സ്റ്റാർട്ട് ചെയ്തു. മീനു, മീനു, നീ റെഡി ആയിട്ടില്ലേ? അമ്മേ, ദാ വരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു 1 മിനിറ്റിനകം നിന്റെ കോള് വരുമെന്ന്. ഞാൻ വരാം. ഗുഡ് ഗേൾ. അപ്പൊ മീനാക്ഷി, ഞാൻ എത്ര മണിക്ക് എവിടെ വരും എന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മീനാക്ഷി ഹാപ്പി ആയി പോയി വാ. ഏട്ടന്റെ കല്യാണത്തിന് എന്റെയും ആശംസകൾ. ഓക്കെ? എന്റെ ഏട്ടന്റെ കല്യാണത്തിന് സമാധാനത്തോടെ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എന്റെ ജീവിതം തീർന്നു. ഇന്ന് രാത്രി കഴിഞ്ഞ ഞാൻ ജീവിച്ചിരിക്കില്ല. മീനു, മീനു, നീ റെഡി ആയിട്ടില്ലേ? എന്താ മോളെ? ഏയ്, ഒന്നുമില്ലമ്മേ. എന്നാ കാര്യം പറ. അല്ല, ഇന്ന് കല്യാണത്തിന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് കളവ് പോയ സ്വർണം ഇതുവരെ കിട്ടിയില്ലല്ലോ. മോൾ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. വന്നേ, സമയത്തിന് അവിടെ എത്തണ്ടേ? വാ.
അച്ഛന്റെ ഫോട്ടോ ഇട്ടിരുന്ന ആ മാല എവിടെ? അയ്യോ അതെവിടെ? കാറ്റടിച്ചോ മറ്റോ വീണു പോയിട്ടുണ്ടാവും. നമുക്കിറങ്ങാം, സമയാവുന്നു. എന്നാലും കഷ്ടമായി പോയി. ഞാൻ രാവിലെ ഫോട്ടോ നോക്കിയതാ, പക്ഷെ മാലയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മ പറഞ്ഞില്ലേ കാറ്റത്തോ മറ്റോ പോയതായിരിക്കും. നിങ്ങൾ ഇറങ്ങ്. ദാ ഞാൻ വീട് പൂട്ടിട്ട് വരാം. സമയായി, ചെല്ലു മോളെ, ചെല്ല്. ചെല്ലു. പോയേട്ടാ. ഹലോ, കല്യാണത്തിന് പോകാൻ ഇറങ്ങിയോ? എന്തായാലും ഞാൻ ഇറങ്ങുകയാ. മണ്ഡപത്തിൽ ഞാനുണ്ടാവും. എനിക്ക് ദക്ഷിണ വാങ്ങണം. പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. എന്റെ തീരുമാനത്തില് മാറ്റമില്ല. എന്റെ തീരുമാനത്തിനും മാറ്റമില്ല. പരിപാടിയാ ബോർ. എനിക്കൊന്നും വയ്യ. സാറ് അമ്മേ, മഞ്ഞച്ചരടിലാണ് താലി എണീക്കാൻ പോന്നെന്ന് അറിയുമ്പോ അപർണേച്ചിക്ക് വിഷമാവോ? എനക്കൊന്നും അറിയില്ല മോളെ. താലിയല്ലാതെ ഒരു തരി പൊന്നു പോലും ഇല്ല. ഒരു വള ഇട്ട് കൊടുക്കാൻ പോലും. ഞാൻ സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കാം, എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ. മോളെ നീ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. സുധ ഇങ്ങ് വാ. എന്താ ഒന്നിങ്ങ് വന്നേ. ഞാനിപ്പ വരാട്ടോ മോനെ. എവിടെ? ശ്യാമളിച്ച് വിളിക്കുന്നുണ്ട്. എന്താ? വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് വന്നേ, പെട്ടെന്ന് പോവാം. വാ. നീ കൂടുതൽ വെള്ളത്തിലെടുത്താണല്ലോ. ഈ സാരി മാത്രമല്ല, നീ കൊണ്ടുപോയി വിൽക്കൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ എന്നല്ല, നിന്റെ തന്തയ്ക്ക് പോലും നിന്റെ കാര്യത്തിൽ അധികാരമില്ല. മനസ്സിലായോ?
സുധേ, ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. നിന്നോട് ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് ചോദിക്കാനാ സുധാമണി ഞാൻ ഇവിടെ വന്നത്. ഒരു മാപ്പ് കൊണ്ട് തീരുവോ എന്റെ മനസ്സിലെ മുറിവുകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ? എന്റെ ജീവിതം നരകമാക്കി മാറ്റിയിട്ട് അവസാനം ഒരു മാപ്പ്? കൊള്ളാം. നീ എത്രയൊക്കെ എന്നെ ശപിച്ചാലും അതധികമാവില്ല. അത്രയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സുധാമണി, അനുഭവങ്ങൾ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുന്നു. ഇനിയുള്ള കാലം നിനക്കും മക്കൾക്കും ഒപ്പം ഒരു നല്ല ജീവിതം വേണം. സമാധാനമുള്ള ഒരു ജീവിതം. അതിന് നീ എന്നെ അനുവദിക്കണം. വരന്റെ മാതാവ് ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ഇതെന്തൊരു കഷ്ടോ മഹേഷ്. എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോവാ. കൂൾ ഡൗൺ യാമിനി, കൂൾ ഡൗൺ. ലെറ്റ് മീ ചെക്ക്. സുധാമണി വന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടോ? സാഗർ ഒന്ന് പോയി നോക്കിയിട്ട് വരും. സാറേ ഒന്ന് പോയി നോക്കണം. ആ ചേട്ടാ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. സമയമായി. എന്തായാലും മോൻ മണ്ഡപത്തിൽ കയറിയിരിക്കും. ഇനി വൈകിയ മുഹൂർത്തം തെറ്റും. ബാലു, എന്റെ സമാധാനവും സന്തോഷവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി തരണം. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞല്ലേ, എന്നിട്ടും വന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരല്പം പോലും മാറിയിട്ടില്ലെന്ന. ദയവ് കാണിക്കാനറിയാത്ത ആ പഴയ ആള് തന്നെയാ നിങ്ങളിപ്പോൾ. സുധേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോന്റെ വിവാഹം ഒന്ന് കാണാൻ വേണ്ടി. നിങ്ങളെ മോനാ? അതെന്റെ മോനാ. ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ എന്റെ മോൻ. മോന്റെ മേൽ അവകാശവും പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മരിച്ച ആളിന്റെ മുമ്പിൽ നിൽക്കും പോലെ തന്നെയാ ഞാനും ഇവിടെ നിൽക്കുന്നത്. താലിമാല ഏൽപ്പിച്ചോളൂ, പൂജിക്കട്ടെ.
ആന്റി അങ്കിൾ സത്യം പറഞ്ഞ ഇതൊരു വല്ലാത്ത ഷോക്കായി പോയി. എന്ത് തീരുമാനിച്ചു? അല്ല കല്യാണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുമായിരിക്കും അല്ലേ? കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് നടത്തും. മനസ്സിലായില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. ഞാൻ പറയാൻ കിരൺ, ഞങ്ങളൊക്കെ ഏതവസ്ഥയിലായിരിക്കുമെന്ന് കിരൺ ഊഹിക്കാമല്ലോ. ബാക്കി എന്ത് നഷ്ടപ്പെടുന്നതിലും വലുതാ അഭിമാനം നഷ്ടപ്പെടുന്നത്, നാട്ടുകാരുടെ മുമ്പിൽ ശാപപാത്രമാകുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഉള്ളുകൊണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ആയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കിരണിന് മാത്രമേ സാധിക്കൂ. ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ കിരണിന് മാത്രമേ സാധിക്കൂ. അയ്യോ ഞാനെന്ത് ചെയ്യാൻ അങ്കിളെ? നിന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യമല്ല. എന്നാലും അങ്ങ് ചോദിക്കുക, അപർണയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? മോനെ, ഒരു കല്യാണം മുടങ്ങിയപ്പോ മുഖൻ രക്ഷിക്കാൻ വേണ്ടി നിന്നെ ബലിയാടാക്കുകയാണെന്ന് തോന്നരുത്. സത്യത്തില് നീയും അപർണയും തമ്മിലുള്ള വിവാഹം ഞാൻ എത്രമാത്രം കൊതിച്ചിരുന്നു എന്നറിയോ? മോനെ, ഞങ്ങളുടെ അവസ്ഥ മോൻ മനസ്സിലാക്കണം. ആന്റി അങ്കിളെ അപർണയ്ക്ക് സമ്മതമാണെന്ന് മാത്രം ചോദിച്ചാ മതി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ അപർണ വിവാഹം ചെയ്യുന്നതിന് അപ്പുറമായിട്ട് മറ്റൊന്നും ഇല്ല അങ്കിളെ. എങ്കിലും താമസിക്കണ്ട. അമ്മായി, യാമിനി, അളിയ, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചടങ്ങ് നടന്നു. മമ്മി, നീ മിണ്ടരുത് മോളെ. തീരുമാനം ഞങ്ങൾ എടുക്കും. ആരും പിരിഞ്ഞു പോകരുത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ മോളുടെ വിവാഹം നടക്കാൻ പോവുക.